ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം പഞ്ചായത്ത് പരിധിയിൽ MBBS, +2, SSLC, NMMS, USS, LSS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് വിജയോത്സവത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചത്. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് വ്യക്തിപരമായി ഭരണസമിതിയുടെ മൊത്തത്തിലും ഞങ്ങൾ കടന്നു പോകുന്നു. ഇത്രയും വലിയ ഒരു സദസ്സിന് ഇവിടെ ഇരിക്കുന്ന ഏകദേശം 200ഓളം പേര് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിട്ടുള്ള പൊതുപരീക്ഷകളിലും സ്കോളർഷിപ്പ് പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ ആളുകളാണ്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 3 സ്ട്രീമിലും ഫുൾ A+ നേടിയ കുട്ടികൾ, SSLC-യിൽ 10 വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾ, ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പേരിൽ ഈ വേദിയിലുള്ള യുവ ഡോക്ടർമാരെയും ഉന്നത വിജയം നേടിയ സദസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഒന്ന് കൈയടിച്ചൂടെ? നിങ്ങളെ തന്നെ ആണെങ്കിലും ഒന്ന് കൈയടിച്ചൂടെ? നിങ്ങളുടെ ഈ വിജയം ചെറുപുഴ പഞ്ചായത്തിന്റെ വിജയമായി കണക്കാക്കുകയാണ്. ഇതിലിരിക്കുന്ന എന്റെ മുമ്പിലിരിക്കുന്ന SSLC, +2 ഉന്നത വിജയികൾ കഴിഞ്ഞതിന്റെ മുന്നത്തെ ഞായറാഴ്ച പയ്യന്നൂര് നടന്ന വളരെ ആർഭാടകരമായ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മെമന്റോകൾ ഏറ്റുവാങ്ങിയവരാണ്, അല്ലെങ്കിൽ അഭിനന്ദനം ഏറ്റുവാങ്ങിയവരാണ്. ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദനൻ അറേഞ്ച് ചെയ്ത വിജയോത്സവത്തിൽ, അത് പയ്യന്നൂരെ പങ്കെടുക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, പയ്യന്നൂരെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ അയോധ്യ ഓഡിറ്റോറിയത്തിന്റെ മെയിൻ ഹാളില് ഉള്ള കസേരകൾ തികയുമായിരുന്നില്ല. 1000-ലേറെ കുട്ടികളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയുണ്ടായിരുന്നു. ആ ചടങ്ങ് വളരെ ആർഭാടകരമായിരുന്നു. പ്രസിദ്ധരായ ആളുകൾ നിങ്ങൾക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. വിദ്യാധരൻ മാസ്റ്ററും KC ലേഖയും ഒക്കെയും നിങ്ങൾക്ക് ഉപദേശങ്ങൾ തന്നതാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വിശേഷം അതിൽ ശ്രീമതി KC ലേഖയുടെ പ്രസംഗം കേട്ടവർക്കറിയാം. നിങ്ങൾ അവരുടെ സ്ഥിര ഉത്സാഹം കൊണ്ടും അവരുടെ കഠിനാധ്വാനം കൊണ്ടുമാണ് അവർ ലോക ബോക്സിംഗ് ചാമ്പ്യനായി മാറിയത്. അതിനെക്കുറിച്ച് അവർ വളരെ വിശദമായി 9ാം ക്ലാസ് വരെ എൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു, കൂലിപ്പണിക്കാരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും, അവിടെ നിന്നാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നത് ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ ആവേശമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു. സ്വന്തം വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ മുൻ വർഷങ്ങളിലും SSLC, +2 വിഷയങ്ങളിൽ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കൂടി പാസ്സായ കുട്ടികളെ അനുമോദിക്കുന്ന പതിവുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ ആലോചിച്ചപ്പോൾ കൊച്ചുകുട്ടികളെ മുതൽ ആദരിച്ച് പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുവന്നാൽ വരും വർഷങ്ങളിൽ SSLC-ക്കും +2-നും കിട്ടുന്ന വിജയവും അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിലെയും ഒക്കെ നേടുന്ന വിജയങ്ങളുമെല്ലാം അനുപാതം വർദ്ധിപ്പിക്കാം എന്നൊരു ചിന്താഗതിയോടുകൂടിയാണ് ഇത്തവണ നമ്മൾ LSS കിട്ടിയ കുട്ടികളെയും USS കിട്ടിയ കുട്ടികളെയും അതോടൊപ്പം SSLC, +2 അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ വിജയകരമായി പൂർത്തിയാക്കി നമ്മുടെ മുമ്പിലായിരിക്കുന്നവരെയും ഒക്കെ നമ്മുടെ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നവരെയും ഒക്കെ ആദരിക്കുവാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇന്നിപ്പോൾ ഇവിടെ ഒരു നിറഞ്ഞ സദസ്സുണ്ട്. ചെറിയ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുമോദന സമ്മേളനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനം അവരുടെ ഭാവി ജീവിതത്തിന് കരുത്താകട്ടെ എന്ന് ആശംസിക്കുന്നു. SSLC പാസ്സായ കുട്ടികളൊക്കെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും +1-ലേക്ക്. അതുപോലെ തന്നെ +2 പാസ്സായ കുട്ടികളും തുടർന്ന് അവരുടെ തുടർന്നുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുകയും അതിലേക്കുള്ള പ്രവേശനങ്ങൾക്കുള്ള തിരക്കിലുമായിരിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം M. രാഘവൻ മുഖ്യാതിഥിയായിരുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്
ഈ വിജയോത്സവം എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ പൊതുപരീക്ഷ വ്യത്യസ്ത മേഖലകളിലെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ആളുകളെയാണ് ഇവിടെ അനുമോദിക്കുന്നത്. MBBS തുടങ്ങി USS വരെ, SSLC +2, അതുപോലെ തന്നെ NMS, അതുപോലെ LSS, USS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ വിജയിച്ച കുട്ടികളെയാണ് അനുമോദിക്കുന്നത്. ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും മികച്ച വിജയമാണ് മലയോര പഞ്ചായത്തായിട്ടുള്ള ചെറുപുഴ നേടിയത്. ഇവിടുത്തെ എല്ലാ വിദ്യാലയങ്ങളും 100% വിജയം കരസ്ഥമാക്കി. ആ കൂട്ടത്തിൽ തന്നെ SSLCക്കും +2-വിനും A+ നേടുന്ന കാര്യത്തിലും നല്ല മികച്ച ഒരു നിലയുണ്ടായി. ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടായത് കേരളത്തിലെ ഗവൺമെന്റിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും ശക്തമായ പിന്തുണ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ വർഷത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോവിഡിന്റെ ഘട്ടത്തിലെ പഠനത്തിലൂടെ പരീക്ഷ എഴുതിയവരാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ 2020, 2021, 2022 കോവിഡ് മഹാമാരിയുടെ പിടിയിലായിരുന്നു കേരളം. ആ സന്ദർഭത്തിൽ ക്ലാസ്സുകളിലേക്ക് പോകാൻ സാധിക്കാതിരുന്ന നമ്മുടെ മക്കള് വീട്ടിൽ നിന്ന് ഓൺലൈൻ വിദ്യാഭ്യാസമാണ് നേടിയത്. പക്ഷെ ഒരൊറ്റ കുട്ടിക്ക് പോലും ഇതിന്റെ ഫലമായിട്ട് പ്രയാസങ്ങൾ നേരിടാത്ത നിലയിൽ നമ്മുടെ സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും മികച്ച സേവനമാണ് നമ്മുടെ മക്കൾക്ക് നൽകിയത്. ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ KD പ്രവീൺ, സിബി M. തോമസ്, മാത്യു കാരത്താങ്കൽ എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ അടുത്ത കാലത്ത് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തിന്റെ ഭാഗമായി വളരെ നല്ല ശതമാനം കുട്ടികൾ SSLC +2 വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. നല്ല ശതമാനം കുട്ടികൾ ഫുൾ A+ ഇവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്ക് വളരെയധികം സഹായകരമായി തീർന്നിട്ടുണ്ട്. ഈ ഒരു വേദിയിൽ എനിക്കതും അതിയായ സന്തോഷമാണ്. കാരണം നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയേറെ മികവ് പുലർത്തുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഈ ഒരു നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ കാണുമ്പോൾ സന്തോഷത്തിന്റെ അളവ് വളരെയധികം വലുതാണെന്ന് പറയാം. ഈ കഥയുണ്ട്. കഥയില് ഒരു ദേശത്തൊരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ഒരു കുതിരയുണ്ടായിരുന്നു. അങ്ങനെ രാജാവ് തന്റെ പകൽ സമയങ്ങളിലെ പ്രജാസന്ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് രാത്രിയിൽ മടങ്ങിയാണ് കൊട്ടാരത്തിൽ. അപ്പോൾ അതിയായ നിങ്ങളെ ഇതിൽ പ്രാപ്തരാക്കിയ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അഭിമാനമായ 4 ഡോക്ടർമാര്, അതിൽ 3 പേരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എല്ലാവർക്കും ഇനിയും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. അധ്യക്ഷ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി തുല്യൻ, ഉദ്ഘാടനം ചെയ്ത ശ്രീ KA ബാലകൃഷ്ണൻ മാസ്റ്റർ, അതുപോലെ മുഖ്യാതിഥി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ M. രാഘവേട്ടൻ, അതുപോലെ മറ്റ് ജനപ്രതിനിധികളെ, അതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഇവിടെ എത്തിച്ചേർന്ന പ്രിയ വിദ്യാർത്ഥികളെ, അതുപോലെ 4 ഡോക്ടർമാർ, എല്ലാവർക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുന്നു. അതുപോലെ തുടർന്നും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഞാൻ നിർത്തുന്നു. ഡോക്ടർ മരിയ ജോസഫ്, ഡോക്ടർ ആഷ്ലി, ഡോക്ടർ ഷാരോൺ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ആദ്യം തന്നെ ഒത്തിരി സന്തോഷ അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് ഇവിടുന്ന് ഡോക്ടറായി ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ. കാരണം ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത്.
എന്റെ ആഷ്ലി ആൻഡ് തോമസ്. അന്ന് ഈ നാട്ടുകാർ ഒരു തന്നെയാണ് പ്രത്യേകത കൂടിയുണ്ട്. കൂടുതൽ പഠിക്കാനുള്ള ചെറുപുഴ പഞ്ചായത്തിലെ ആശാ പ്രവർത്തകയായ പഠനത്തിന് എനിക്കുള്ള സഹായങ്ങളും തോമസിന്റെയും മകളാണ് ഞങ്ങളുടെ സ്വന്തം കുടുംബാംഗമാണ്. അങ്ങനെ എന്റെ പാലയിലേക്ക് എൻട്രൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറഞ്ഞു തന്നതും അങ്ങനെ അവിടെ ചെന്ന് പഠിച്ചിന്ന് ഒരു MBBS ഡോക്ടറായിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ നാട്ടുകാരോടും ഈ നാട്ടിലുള്ള ഓരോ വ്യക്തികളോടും ഒത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിജയം കൈവരിച്ച 10ലും +2ലും അതുപോലെ LP UP സ്കൂളുകളിൽ സ്കോളർഷിപ്പ് വാങ്ങിച്ച കുട്ടികൾ എല്ലാവരെയും അഭിനന്ദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികള് ജീവിതത്തിൽ അടുത്തതായി എന്ത് കോഴ്സിലേക്ക് പോകണം ഒത്തിരി ആശങ്കകളൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അവരോടെല്ലാവരോടും എഞ്ചിനീയർ ഡോക്ടർ ആണോ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അഭിരുചിയും ഇഷ്ടം തോന്നുന്ന ഒരു പ്രൊഫഷനിലേക്ക് എന്തായാലും നിങ്ങൾ പോകണം. അതിന് സഹായിക്കാൻ നിങ്ങളുടെ നാട്ടുകാരും നിങ്ങളുടെ ബന്ധുക്കളും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മെഡിസിൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒപ്പം നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഒരിക്കലും MBBS പഠിച്ചു തീർക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതായെന്ന് ഒരിക്കലും കാണരുത്. നമ്മളെ പോലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും പറ്റും. അതിന് മാതൃകകളായാണ് ഞാനും എന്നെ പോലെ തന്നെ ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സ് 2 പേരും 3 പേരും. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. നിങ്ങളുടെ ഇച്ഛാശക്തിയും നിങ്ങളുടെ ഒരു ആഗ്രഹം മാത്രം മതി. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു നിലയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. പ്രസിഡന്റ് അലക്സാണ്ടർ സാർ, മുഖ്യാതിഥിയോടെ എത്തിച്ചേർന്ന ശ്രീ M. രാഘവൻ സാർ, ബാക്കി വേദിയിലിരിക്കുന്ന പഞ്ചായത്തിലെ ബഹുമാനപ്പെട്ട അധികാരികളായിട്ടുള്ളവര്, സദസ്സിലിരിക്കുന്നവര്, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുവാൻ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെപ്പോലെ 10ാം ക്ലാസ്സിലും +2ലും ഇതേപോലെ A+ കിട്ടി പഞ്ചായത്തിന്റെ അനുമോദന യോഗത്തിന് ഞങ്ങൾ ഇതുപോലെ വന്നിരുന്നിട്ടുണ്ട്. അതൊരിക്കലും ഇങ്ങനെ ഈ സ്റ്റേജിൽ ഇരുന്ന് ഇങ്ങനെ ഇവിടെ എല്ലാവരെയും കാണാനും അനുമോദനം ഏറ്റുവാങ്ങാനും സാധിക്കും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. പക്ഷെ നമ്മുടെ പരിശ്രമവും നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു വിജയത്തിലേക്കും നമുക്ക് എത്തിച്ചേരാവുന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ്. വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇപ്പൊ 10ൽ ഫുൾ A+ കിട്ടണം, +2ൽ A+ കിട്ടണം അങ്ങനെയൊന്നുമില്ല. ആർക്കും അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹവും നമ്മുടെ കഠിനാധ്വാനവും മാത്രമാണ് അതിനാവശ്യം. അല്ലാതെ A+ കിട്ടിയില്ല എന്ന് വെച്ച് ഒരിക്കലും ഞാൻ ഡോക്ടർ ആവില്ല, ഞാൻ എഞ്ചിനീയർ ആവില്ല അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹവും അവരുടെ പ്രയത്നവുമാണ് ഓരോരുത്തരുടെയും വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഈ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിത വിജയത്തിലെ ആദ്യത്തെ ഒരു പടിയായിട്ട് കാണാം. വീണ്ടും വീണ്ടും വിജയങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി സാധിക്കാം. ഏതെങ്കിലും വഴിയിൽ തോറ്റുപോയാല് അപ്പോ വിഷമിച്ച് തീർന്നു എന്ന് വിചാരിക്കാതിരിക്കുക. ജീവിതം ഇനി മുന്നോട്ട് നമുക്ക് ബാക്കിയുണ്ട്. ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ ഉറപ്പായും വേറൊരു വാതിൽ എന്ന് പറയുന്ന പോലെ വേറൊരു വഴിയായിരിക്കും നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുക. കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ വേറെ എവിടെയെങ്കിലും നമ്മൾ എത്തിച്ചേരുമെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിജയികൾക്കും എന്റെ പേരിലുള്ള അനുമോദനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു അനുമോദനം സംഘടിപ്പിച്ച പഞ്ചായത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്റെ പ്രിയപ്പെട്ട അഞ്ജന്മാരെ, അഞ്ജിമാരെ, അവരുടെ മാതാപിതാക്കളെ, സാർ നേരത്തെ പറഞ്ഞു ഇന്ന് കണ്ണൂർ ജില്ല വളരെ മുമ്പിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുമ്പിലാണ്. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം +2ൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടി പണ്ടത്തെ അപേക്ഷിച്ച്. അങ്ങനെ സമൂഹത്തിന്റെ ഉച്ചസ്ഥലത്ത് നിന്ന് ആൾക്കാർക്ക് മാത്രം ഒരു കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസം അത് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന രീതി ഫ്രീ എഡ്യൂക്കേഷൻ അങ്ങനെ ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കയ്യിൽ അവസരങ്ങൾ ഒരുപാടുണ്ട്. ഈ വിദ്യാഭ്യാസം നമുക്ക് ഭയങ്കര ആക്സസിബിൾ ആണ്. നമ്മളെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയാ, LSSC കുട്ടികളുണ്ട്, USSC കുട്ടികളുണ്ട്, 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയവര്, +2ൽ ഫുൾ A+ ഫുൾ മാർക്കുകളൊക്കെ വാങ്ങിയവര്, അങ്ങനെ നല്ല മിടുക്കൻ പിള്ളേരായി നിങ്ങൾ ഇവിടെ വന്നു നിൽക്കുകയാണ്. നിങ്ങളോട് ഈ വിജയങ്ങൾ ഒരു തുടക്കം മാത്രമാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഇതിന് ശേഷവും ഒരുപാട് സാധ്യതകളും അവസരങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് സ്വപ്നം കാണുക, അതിനുവേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുക.
നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ല വിജയങ്ങൾ നമ്മളെ തേടിയെത്തും. എല്ലാവർക്കും നല്ല ആശംസകൾ. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.